ഫ്രണ്ട്സ്, ഈ പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെ പറയാൻ കഴിയാറുണ്ടോ? മറ്റുള്ളവർ വിഷമിക്കേണ്ട എന്ന് കരുതി അവരുടെ വിഷമങ്ങൾ മുഴുവൻ നിങ്ങൾ സ്വയം ഏറ്റെടുക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമാധാനം നഷ്ടപ്പെടുത്തി നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെതായിട്ടുള്ള ഒരു കുടുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പീപ്പിൾ പ്ലീസിങ് എന്താണെന്നല്ലേ? പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ നല്ല ഒരാളായി പെരുമാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി അവരുടെ അപ്രൂവൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ അതൊരിക്കലും ഒരു ഫ്രീഡം ആണെന്ന് പറയാൻ കഴിയില്ല. അത് ഒരു തടവറ തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ മറ്റുള്ളവരുടെ അപ്രൂവൽ തേടാനായിട്ട് ആഗ്രഹിക്കുന്നത്? പലർക്കും ഒരു ധാരണയുണ്ട്, മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. നമ്മുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസിലല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രൂവലിലല്ല. നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. എല്ലാവരെയും നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വന്നു ചേരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളും നമുക്ക് സന്തോഷമില്ലാത്ത കാര്യങ്ങളുമാണ് നമ്മൾ ഒരേ സമയം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് ഒരു കാർ വാങ്ങി, ആ കാർ വാങ്ങിയതിന് ശേഷം അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ വേറൊരാൾ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അയാൾ യാത്ര ചെയ്യുന്നു. നമ്മൾ എന്താണ് അതിനകത്ത് അയാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ജീവിതം എന്ന് പറയുന്നതും ഇതുപോലൊരു യാത്രയാണ്. അതായത് നമ്മൾ എത്ര നല്ല ഒരാളാണെന്ന് മറ്റൊരാളെ കാണിച്ചു കഴിഞ്ഞാലും എല്ലാവരും നമ്മളെ അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് ഇവിടെ യാതൊരു നിയമവുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നല്ല ഒരാളെന്ന നിലയിൽ തന്നെ വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? പീപ്പിൾ പ്ലീസിങ്ങിൽ നിന്ന് മാറി നമ്മൾ നമ്മുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സെൽഫ് വർത്ത് നമ്മൾ ബിൽഡ് ചെയ്യുക. അതൊരു ചോദ്യത്തോടു കൂടി തന്നെ ആയിക്കൊള്ളട്ടെ. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് സ്വയം ചോദിക്കുക, എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം? യെസ് ഓർ നോ? ഇനി നോ എന്നാണെങ്കിൽ അത് യെസ് ആവുന്നത് വരെ നമ്മൾ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കൂടി തയ്യാറാകണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് ആ ഒരു സംതൃപ്തി കിട്ടും. പിന്നെ നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഇതുപോലെ ചോദിക്കുമ്പോൾ, എനിക്ക് എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതായത് നമ്മൾ നമ്മളെ സ്വയം സ്വീകരിക്കുന്ന ദിവസം നമുക്ക് ഈ പുറത്തു നിന്നുള്ള അപ്രൂവലിൻ്റെ ആവശ്യം നന്നേ കുറയും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോ പറയേണ്ട ഇടങ്ങളിൽ നോ പറയാൻ പഠിക്കുക. അതായത് ന്യായമായ കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യാം. അത് നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ഫ്രണ്ട്സിനിടയിലാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ഭാഗമാണെങ്കിൽ അവിടെയാണെങ്കിലും ന്യായമായ കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി നമ്മളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക. അവിടെ ആദ്യമൊക്കെ അത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ പിന്നീട് ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി, ആ ജോലി കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു ജോലി, മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അത് നമുക്ക് അവസാനം നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നിട്ട് ചേരും. അപ്പോൾ നോ പറയേണ്ടിടങ്ങളിൽ നോ പറഞ്ഞ് തന്നെ ശീലിക്കുക. ഇതൊരിക്കലും സെൽഫിഷ് ആണെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പ്രതികരിക്കുവാൻ കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെയോ നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം വളരെ ശരിയായി വളരെ മനോഹരമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഓർമ്മിക്കുക, ഇനി നമ്മൾ മറ്റുള്ളവരുടെ അപ്രൂവൽ നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കൊരിക്കലും സമാധാനം കിട്ടണമെന്നില്ല. നമ്മൾ എപ്പോഴാണോ നമ്മളെ അംഗീകരിച്ചു തുടങ്ങുന്നത് ആ ഒരു നിമിഷത്തിലാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ മനസ്സറിഞ്ഞ് ജീവിച്ചു തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ തന്നെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെ അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്ത് അങ്ങോട്ട് ജീവിച്ച് നോക്കിക്കേ, എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് തോന്നി തുടങ്ങും.
ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.